100% എനിക്ക് മാറ്റമുണ്ട്. എനിക്ക് നന്നായിട്ട് കൈ പൊക്കാൻ കഴിയില്ലായിരുന്നു, ഇപ്പോൾ കൈ പൊക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പൊക്കാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വേദനകളൊക്കെ മാറിയിട്ടുമുണ്ട്. അത് തീരെ പോയിട്ടുണ്ട്, 100% പോയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്കും അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്നത് പെയിൻ കില്ലറുമായിട്ടാണ്. പക്ഷേ എനിക്ക് അത് പൂർണ്ണമായിട്ടും സുഖമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഇപ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സ്റ്റെപ്പുകളൊക്കെ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയും. ഒരു 7 വർഷം ഞാൻ പിന്നോട്ട് പോകുന്ന മാതിരി എനിക്ക് ആരോഗ്യത്തിനൊക്കെ ഒരു ഉണർവ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്ന് എനിക്ക് ശരിക്കും പറയാന്ന് വെച്ചാൽ എനിക്ക് ഇരിക്കാനും ഒരു മാനസിക സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാലോ, മനസ്സിന് വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇവിടെ വന്ന് ഒരു ദിവസം ഇരുന്നപ്പം തന്നെ ആ ഡെമോ കാണിച്ച ഉടനെ തന്നെ അത് വളരെ എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ശാരീരികമായിട്ട് വളരെ ഞാൻ റാഹത്തിലാണ്. അതെവിടെ വെച്ചിട്ടും പറയാൻ ഞാൻ തയ്യാറാണ്. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ അന്ന് മുതൽ കണ്ടിന്യൂ ആയിട്ട് കുടിക്കുന്ന ഗുളികയിൽ നിന്ന് ഒരു ഗുളിക മാത്രം, ആ പ്രഷറിൻ്റെ ഒരു ഗുളികയാണ് ഇവിടെ വന്നതിന് ശേഷം കുടിച്ചത്. മറ്റൊരു ഗുളികയും ഇതുവരെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റ് ചെറിയ അസുഖങ്ങൾ ഒരുപാടുണ്ട്, ഓരോന്നായിട്ട് പറയേണ്ടത്. കണ്ണിൻ്റെ പിടക്കലുണ്ടായിരുന്നു, അത് അൽഹംദുലില്ലാ പൂർണ്ണമായിട്ട് വ്യത്യാസമായി. ബാക്ക് പെയിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അത് ഒരു 70% വളരെയധികം വ്യത്യാസമുണ്ട്. മുട്ടിൻ്റെ വേദന 70% വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വേദനകളൊക്കെ മാറിയിട്ടുമുണ്ട്. എൻ്റെ കാഴ്ച ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കണ്ണട മാറ്റി വെച്ചിപ്പോൾ വണ്ടിയിലെടുത്ത് വെച്ചിരിക്കാൻ അറിയാതെ എടുത്ത് വെച്ചുകൊണ്ടാന്ന് വിചാരിച്ചിട്ട്. മൊബൈൽ ഞാൻ 20 വർഷമായിട്ട് കണ്ണട ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഇപ്പം ഇതില്ലാതെ, കണ്ണട ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം. പിന്നെ ഉറക്കം കൂടുതലായിരുന്നു എനിക്ക്, അത് കുറഞ്ഞ് ഇപ്പം നല്ല നേരത്തെയൊക്കെ എഴുന്നേൽക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഫജറിന് മുമ്പ് തന്നെ എണീറ്റ് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ചുടുവെള്ളം ഇല്ലാതെ പറ്റില്ലായിരുന്നു. ചൂടുവെള്ളം കറണ്ടൊക്കെ ഇല്ലെങ്കിൽ അത് വരുന്നവരെ കാത്തു നിന്നിട്ടൊക്കെയാണ് കുളിച്ചിരുന്നത്. അപ്പോൾ ഫജറിന് മുമ്പ് തന്നെ ആ തണുത്ത സമയത്തും മഴയുള്ള സമയത്തൊക്കെ ഇവിടുന്ന് കുളിക്കാനും തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അത് നല്ല ഉന്മേഷവും അതുകൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ രാത്രി ചുമ വരും, പെട്ടെന്ന് ചുമ വരും. അപ്പോൾ ചുമച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വൈഫിൻ്റെ ഉറക്കവും ഒക്കെ പോയി. അപ്പോൾ ഇവിടുന്ന് ചുമയും അത് തീരെ പോയിട്ടുണ്ട്, 100% പോയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്കും അതുകൊണ്ട് സുഖമായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉണ്ടായിരുന്ന കഴുത്ത് വേദന, തോൾ വേദന, മസിൽ വേദന, കാൽമുട്ട് വേദന, കുറഞ്ഞ വേദനകൾ ഇടയ്ക്കിടയ്ക്ക് പോവുകയൊക്കെ ചെയ്യായിരുന്നു. അത് ഒരു 75% എന്നാണ് ഞാൻ 2-ാം തീയതി ഇതിൽ എഴുതിയിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത് അത് 85% എന്നാണ്. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വേദന പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പള്ളിയിൽ പോയപ്പോൾ പെട്ടെന്ന് ആ വേദന ഭയങ്കരമായിട്ട് കഴുത്തിനൊരു വേദന വന്നു. അപ്പോൾ സാർ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞ ആ കാര്യങ്ങൾ ഓർത്തു, അല്ലെങ്കിൽ പേടിച്ചു പോയിരുന്നു. അപ്പോൾ ആ വേദന കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അത് പോവുകയും ചെയ്തു. അപ്പോൾ അത് ഈ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് ഈ 3-4 ദിവസം കൊണ്ട് എനിക്ക് ലഭിച്ചത്. താങ്ക് യു. ഞാനിവിടെ FBയിൽ നിന്നും കിട്ടിയ ഒരു ഇതിൽ നിന്നാണ് പ്രചോദനം ഞാനിവിടെ വരുന്നതിന്. എൻ്റെ മെയിൻ പ്രശ്നം എൻ്റെ റൈറ്റ് സൈഡിലെ ഷോൾഡർ അതിശക്തമായ വേദനയായിരുന്നു. അതുപോലെ കൈകാൽ വിരലിലെ ജോയിൻറ്റ്സ് മടക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഫിഷറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കുഷൻ സീറ്റിൽ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു ഇതിന് ജോലി ചെയ്യുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ. എന്തായിരുന്നാലും ഈ ഷോൾഡർ പെയിൻ ഏകദേശം ഒരു 100% എനിക്ക് മാറ്റമുണ്ട്. എനിക്ക് നന്നായിട്ട് കൈ പൊക്കാൻ കഴിയില്ലായിരുന്നു, ഇപ്പോൾ കൈ പൊക്കാൻ കഴിയുന്നുണ്ട്. രാത്രിയിൽ കിടക്കുമ്പോൾ ആ സൈഡ് കിടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പൊക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഞാനിവിടെ വരുമ്പോഴേക്കും നല്ല പെയിനിലായിരുന്നു, അത് മാറിയിട്ടുണ്ട്. കൈകാൽ വിരലുകളുടെ ജോയിൻസിൻ്റെ വേദന നന്നായി മാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് അല്പം പോലും ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ വായിൽ മോണയിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വരുമായിരുന്നു. അത് പോയി കഴിഞ്ഞ 4 ദിവസമായിട്ട് ആ ഒരു അവസ്ഥ വന്നിട്ടില്ല. വന്നതിൽ ഒത്തിരിയേറെ വ്യത്യാസമുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾക്ക്. എന്നെ ഒരു സ്കൂട്ടി മുട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇടുപ്പ് എല്ലാം തകരാറായിരുന്നു. ഒരു ഉന്മേഷക്കുറവൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് 2 മാസത്തോളം എനിക്ക് ജോലി എടുത്തിട്ട് ഇപ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം തോന്നുന്നുണ്ട്. അതോടുകൂടി കണ്ണിൻ്റെയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ എല്ലാം ശരിയായിരുന്നു. എന്നിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സ്റ്റെപ്പുകളൊക്കെ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയും. എനിക്ക് പുറം വേദനയായിരുന്നു സുഖം. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ ഒരു 60% കുറവുണ്ട്. പിന്നെ എനിക്ക് വേറെ കുറേ അസുഖങ്ങളുണ്ടായിരുന്നു. ഞാനതിനെ അത്രമാത്രം കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാലത്ത് എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് എനിക്ക് കാലിൻ്റെ മടമ്പിന് ഭയങ്കര വേദനയായിരുന്നു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാലാണ്
അത് മാറുള്ളൂ, അല്ലാണ്ട് മാറില്ല. അപ്പോൾ അത് പൂർണ്ണമായും മാറിയിരിക്കുന്നു. പിന്നെ എനിക്ക് ഈ കണ്ണിന് മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ അക്ഷരങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ അക്ഷരങ്ങളൊക്കെ എനിക്ക് നല്ല ക്ലിയറായി കാണുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനൊക്കെ എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ, ഒരു 15 കൊല്ലമായിട്ട് ഞാൻ സൂക്കടായിട്ട് നടക്കുന്ന ഈ ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട്. പക്ഷേ എനിക്ക് അവിടെ പോയിട്ടും ഒരു ഇത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു 60% വ്യത്യാസമുണ്ട്. പിന്നെ ഒരു 7 വർഷം ഞാൻ പിന്നോട്ട് പോകുന്ന മാതിരി എനിക്ക് ആരോഗ്യത്തിനൊക്കെ ഒരു ഉണർവ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പെരടിക്ക് നടുവേദന, മുട്ടുവേദന, കാൽപാദത്തിൻ്റെ താഴെ അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന അത്ര സമയം പോലും നിൽക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നത് പെയിൻ കില്ലറുമായിട്ടാണ്. പക്ഷേ എനിക്ക് അത് പിന്നെ പൂർണ്ണമായിട്ടും സുഖമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഞാനിവിടെ ഷുഗറിലും കാലുവേദനയെല്ലാം ഉണ്ടായിട്ട് വന്നതാണ്. ഇപ്പോൾ കാലുവേദന അന്ന് ഫസ്റ്റ് വന്ന അന്ന് തന്നെ കാലുവേദന പോയി. നടക്കുമ്പോൾ ഒരു ഭയങ്കര കഥപ്പയുണ്ട്. അപ്പോൾ ഇപ്പോൾ നടക്കുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം വ്യത്യാസമുണ്ട്. കണ്ണിന് കാഴ്ച ഒരു ചെറിയൊരു മങ്ങിപ്പുണ്ടേനും അതും മാറിക്കിട്ടി. ഞാൻ 2 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബൈപ്പാസ് ചെയ്തു. അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞേക്ക് രണ്ടാമതൊന്ന് വീണു. ഇപ്പോൾ ഒരു കൊല്ലമായി വീണിട്ട് തലയൊക്കെ പൊട്ടി, സ്ട്രോക്ക് ഉണ്ടായി. അപ്പം അതിൽ നിന്നൊക്കെ മുക്തി, രോഗം വേദനയൊക്കെ മാറി, അത്യാവശ്യം മുറിയൊക്കെ ഉണങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടും നടക്കാൻ കഴിയില്ല, നടക്കുമ്പോൾ ക്ഷീണിക്കാണ്, ശ്വാസം മുട്ടാണ്. അങ്ങനെ അറിഞ്ഞിവിടെ വന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം ഒരു 10-200 മീറ്റർ 300 മീറ്ററൊക്കെ നടക്കുന്നുണ്ട്. നല്ല ആശ്വാസത്തിലാണ് ഇപ്പോൾ.